കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം. വാദങ്ങളിൽ അമാനുഷിക കഴിവുകൾ കൊണ്ട് മുത്തുനബിയെപ്പോലും കവച്ചു വയ്ക്കാനുള്ള ഗൂഢനീക്കം. സ്വയം പ്രഖ്യാപിത കറാമത്തുകൾ വഴി ആസൂത്രിത നീക്കത്തിലൂടെ ഒട്ടനവധി പണ്ഡിതരെ പോലും വലവീശിയ ഇയാൾ ഉത്തരാഖണ്ഡ് കാട്ടിൽ ഇബാദത്തിൽ മുഴുകിയ ആളെന്നായിരുന്നു കേട്ടുകേൾവി. ആയതിനാൽ ആദ്യ അന്വേഷണത്തിന് ഉത്തരാഖണ്ഡ് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. കോഴിക്കോട് നിന്ന് ഡെറാഡൂൺ എക്സ്പ്രസ് കയറി 2 ദിവസം യാത്ര ചെയ്ത് ഹരിദ്വാറിലെ റൂർക്കിയിൽ ട്രെയിനിറങ്ങി നേരെ കല്യാറിലേക്ക് നീങ്ങി. വിശ്വപ്രസിദ്ധ പണ്ഡിതനും സൂഫിയുമായ സയ്യിദ് അലാവുദ്ദീൻ അഹമ്മദ് സ്വാബിർ തങ്ങളുടെ ദർഗയ്ക്ക് സമീപം വാഹനമിറങ്ങി. ദർഗ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. പണ്ഡിത സമൂഹത്തെ അന്വേഷിച്ച് നീങ്ങിയ ഞങ്ങളുടെ ദൃഷ്ടി ഈ ബോർഡിൽ പതിഞ്ഞു. അന്വേഷണത്തിൽ 500ഓളം കുട്ടികൾ പഠിക്കുന്ന അറബിക് കോളേജാണ് ഇതെന്നും ഹസ്രത്ത് ഗുലാം നബി മൗലാനയാണ് പ്രധാന മുദരിസെന്നും അറിഞ്ഞ് ഞങ്ങൾ കോളേജിനുള്ളിൽ ചെന്നു. കേരളീയ വേഷം കണ്ടപ്പോൾ അബ്ദുല്ലാഹിൽ ഹക്കീമിന്റെ ആളുകളെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിച്ചു. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഗുലാം മൗലാനയുടെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങളോളം കുരുവട്ടൂരിന്റെ താവളമായിരുന്നു ഇതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതീവ സൂക്ഷ്മശാലിയും സൂഫിയുമായ ഗുലാം മൗലാന അവനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിത്തനകൾ ഞങ്ങൾ തെര്യപ്പെടുത്തി. ഹസ്രത്തുമാർ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങി. ഫോട്ടോ എടുക്കുന്നതിനെ കർശനമായി എതിർക്കുന്ന ഇദ്ദേഹത്തോട് കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് തന്ന 5 പേപ്പറുകളാണ് ഇക്കാണുന്നത്. വർഷങ്ങളോളം കൂടെ നടന്നപ്പോഴുണ്ടായ കോപ്രാട്ടിത്തരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. തന്നോട് പറഞ്ഞ 1000കണക്കിന് കളവുകളിൽ ചിലതെന്ന് പറഞ്ഞ് എഴുതി തന്നവ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. എഴുത്ത് ഉറുദുവിലായതിനാൽ പരിഭാഷ താഴെ ചേർക്കുന്നു. സംശയമുള്ളവർക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. വിടൽ നമ്പർ 1. दरियाफ्त करने पर अपना सिलसिले नसब गौसुल आजम से 17वीं पुश्त से बताया. കുടുംബത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇയാൾ മുഹീദ്ദീൻ ഷേഖിന്റെ 17ാമത്തെ പൗത്രനാണ് എന്ന് പറഞ്ഞു. ഈ പരമ്പരയൊന്ന് വിശദീകരിക്കാൻ മുരീദ് നൌഷാദിന് കഴിയുമെങ്കിൽ വളരെ നന്നായിരുന്നു. ഷേഖിനോട് മുരീദ് തന്നെ പറയട്ടെ. അപ്പൊ 10 നുണകളുടെ കൂട്ടത്തിൽ നമ്പർ 1 അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 10 നുണകളുടെ കൂട്ടത്തിൽ നമ്പർ 1 അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിടൽ നമ്പർ 2. ये दावा था कि 4 साल की उम्र में घर से गायब हो गए थे और बातिन से उन्हें खिज़र अलैहिस्सलाम उठाकर बगदाद गौसुल आज़म की कब्र शरीफ के अंदर पहुंचा दिया था और आप कब्र शरीफ के अंदर ही तकरीबन 6 माह गौसुल आज़म के तरबियत में रहे. फिर अंदर कब्र शरीफ से बारगाह के रिसालत में पहुंचे. वहाँ पर बहुत सारी खिड़कियों पर औलिया को कतार दर कतार पाया और आपके लिए एक अलग स्पेशल खिड़की थी. वो आप ही के लिए खास थी और आप उस खिड़की से अंदर बारगाह रिसालत में दाखिल हो गए. പ്രസവിച്ച് 4ാം വയസ്സിൽ വീട്ടിൽ നിന്ന് അദൃശ്യമാവുകയും ബാത്തിനിയായ രൂപത്തിൽ ഖിളർ നബി എന്നെ ഉയർത്തിക്കൊണ്ടുപോയി ബഗ്ദാദിലെ മുഹീദ്ദീൻ ഷേഖിന്റെ ഖബറിൽ എത്തിക്കുകയും ചെയ്തു. ഖബർ ഷെരീഫിൽ 6 മാസത്തോളം അവിടുത്തെ തർബിയത്തിൽ കഴിഞ്ഞു. അവിടെ നിന്നും പിന്നീട് മദീനയിലെ റൗളയിലേക്ക് കൊണ്ടുപോയി. മുഹീദ്ദീൻ ഷേഖിന്റെ ഖബറിനുള്ളിൽ നിരവധി കവാടങ്ങൾക്ക് മുന്നിൽ ധാരാളം ഔലിയാക്കൾ ലൈൻ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കുള്ള സ്പെഷ്യൽ കവാടത്തിലൂടെയാണ് ഞാൻ റൗളയിലെത്തിയത്. മുരീദ് ഷേഖിനെ കുറിച്ച് എന്ത് പറയുന്നു? കള്ളത്തരം പറയുന്നില്ലേ ഇവര്? അതിന്
കള്ളത്തരം പറയുന്നില്ലേ ഇവര് അതിൽ. വിടൽ നമ്പർ 3. तालीम और तरबियत सकाफ़त से मुकम्मल हुई, फिर आला तालीम के लिए जामिया अजहर मिस्र कई साल तक हुसूल तालीम में मशगूल रहे। फिर जामिया अजहर में कुल्लियतुल हदीस में उनकी तकर्री भी हो गई। वहाँ रहकर आपने 2 साल की मुद्दत तक दरस हदीस देते रहे। തന്റെ പഠന പരിശീലനം മർക്കസിൽ നിന്നും പൂർത്തിയാക്കിയതിനു ശേഷം ഉന്നത പഠനത്തിനായി ഈജിപ്തിലെ അൽ അസ്ഹറിൽ ചേർന്നു. ശേഷം അസ്ഹറിൽ തന്നെ 2 വർഷം ഹദീസ് അധ്യാപനം നടത്തി. ഇത് ശരിയാണെന്ന് വാദമുണ്ടെങ്കിൽ നൗഷാദ് അടുത്ത പ്രസംഗത്തിൽ ഹാജരാക്കേണ്ട രേഖകൾ താഴെ കൊടുക്കുന്നു. മർക്കസിൽ പഠനം പൂർത്തീകരിച്ച രേഖ, അസ്ഹരി സർട്ടിഫിക്കറ്റ്, അസ്ഹറിൽ അധ്യാപനം നടത്തിയതിന്റെ രേഖ. വിടൽ നമ്പർ 4. दो साल मुद्दत के बाद हजरत खिज़र अलैहिस्सलाम से मुलाकात हुई। उन्होंने आपको अलकौम की मंजिल पर दाखिल फरमाया। फिर आप उनसे इक्तिसाब तालीम और तरबियत में मशगूल हो गए। വീണ്ടും 2 വർഷത്തിനു ശേഷം ഖിളിർ നബിയെ കണ്ടുമുട്ടി. ഖിളിർ നബി തന്നെ ഔലിയാക്കളുടെ ഗ്രൂപ്പായ അൽ ഖൗമിൽ പ്രവേശിപ്പിച്ചു. ശേഷം ഖിളിർ നബിയിൽ നിന്നും പഠന പരിശീലനത്തിൽ മുഴുകി. എന്നാൽ കാര്യമറിയാതെ മുരീദ് വെല്ലുവിളിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് വരെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാണ്, ഇന്ന് വരെ ഒരാളോട് ഞാൻ ശൈഖാണെന്നോ വലിയാണെന്നോ ഞാൻ ത്വരീഖത്ത് കൊടുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റോനും സാധ്യമല്ല. ഖിളിർ നബി തന്നെ ഔലിയാക്കളുടെ ഗ്രൂപ്പായ അൽ ഖൗമിൽ പ്രവേശിപ്പിച്ചു. കള്ളത്തരം പറയുന്നില്ലേ ഇവര് അതിൽ. വിടൽ നമ്പർ 5. मुझे एक वली ने एक मज़ार में तख्त में ले गया। फिर मेरा शक़ सदर किया, दिल को निकाल कर जो इसमें कुछ था निकाल कर बाहर किया, फिर उसको सिल दिया। എന്നെ ഒരു വലിയന്റെ ഖബറിനുള്ളിൽ കൊണ്ടുപോയി നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ചിരതെല്ലാം കളഞ്ഞ് വീണ്ടും തുന്നിപ്പിടിപ്പിച്ചു. ഈ കളവിനെ കുറിച്ച് മുരീദ് നൗഷാദ് എന്ത് പറയുന്നു? വിടൽ നമ്പർ 6. हर जुमारात और पीर को आका अलैहिस्सलाम की ज़ियारत से तकरीबन 11 साल की उम्र ही से मुशर्रफ होते रहे। बीच में कभी नागा न हुआ और उसी 11 साल की मुद्दत से ही अक्सर औकात अपनी गुयूबत के रास्ते से नमाज के लिए कूफा जाकर नमाज पढ़ते थे। 11 വയസ്സ് മുതൽ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും റസൂൽ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നു. ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. ഇതേ പ്രകാരം തന്നെ അധിക സമയത്തും കൂഫയിൽ പോയി നിസ്കരിക്കാറുമുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെ ചേളാരിക്കടുത്ത വെളിമുക്ക് കൂഫയാണെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. വിടൽ നമ്പർ 7. कौल आपके औलिया के दहरे से अक्सर औलियाए किराम आपकी मजलिस में तशरीफ़ लाया करते थे। हत्ता कि ज़ुन्नूनी मिस्री, याक़ूतुल अर्श, मुहीद्दीन इब्न अरबी, सैयद मखदूम अशरफ समनानी, गौते पाक, आपके साहिबजादे अब्दुल रज़्ज़ाक़ वगैरह। എന്റെ മജ്ലിസിൽ ഔലിയാ ദഹറിൽ നിന്ന് അധിക പേരും വരാറുണ്ട്. വിശിഷ്യ ദുന്നൂനുൽ മിസ്രി, യാഖൂത്തുൽ അർഷ്, മുഹീദ്ദീൻ ഇബ്നു അറബി, ഗൗസുൽ ആലം മകൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് എന്നിവർ പ്രത്യേകിച്ചും വരാറുണ്ട്. ഹാവൂ, ഇയാൾ ഭയങ്കരം തന്നെ. മുഹീദ്ദീൻ ഷെയ്ഖ് പോലും ഇയാളെ മജ്ലിസിൽ വരുന്നുണ്ടെങ്കിൽ ആരാണിയാൾ?
പക്ഷേ മുരീദ് പറയുന്നത് ഇങ്ങനെയാണ്. കള്ളത്തരം പറയുന്നില്ലേ ഇവര്? അതിൽ വിടൽ നമ്പർ 8. का इद्दिआ था कि अल्लाह ने आपको इमाम महदी के मखसूस 40 अहम औलिया में 14 नंबर के दर्जे में है. ഇമാം മഹദിയുടെ അതിപ്രധാനികളായ 40 ഔലിയാക്കളിൽ 14ാമത്തെ മെമ്പറാണ് ഞാൻ. വിടൽ നമ്പർ 9. अलकौम औलिया में आपको अल्लाह रब्बुल इज़्ज़त ने बावजूद सगरसनी के वो उलूम अता फरमाए हैं कि आपसे पहले 600 सालों तक किसी वली को इतनी कलील उम्र में इतना इल्म अता न फरमाया. 600 കൊല്ലം വരെ ഒരു ഔലിയാക്കൾക്ക് നൽകാത്ത വിജ്ഞാനം എനിക്ക് നൽകിയിട്ടുണ്ട്. മുഹീദ്ദീൻ ഷേഖിന്റെ മുകളിൽ കടന്നാൽ പിടിക്കപ്പെടുമെന്ന് ഭയന്നാവാം 600-ൽ ഒതുക്കിയത്. വിടൽ നമ്പർ 10. आठ सालों से कभी बोलो बराज नहीं किया है और ना कभी सोया है. 8 വർഷമായി മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. 8 വർഷമായി ഉറങ്ങാറുമില്ല. ഇത് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അല്ലാഹു അഅലം. ഏതായാലും മലമൂത്ര വിസർജനം നടത്തിയ പ്രവാചകന്മാരെക്കാൾ വലുതാവാനുള്ള ഈ കളി വേണ്ടായിരുന്നു. കളവ് പറയുന്നവർക്ക് എന്ത് പ്രവാചകർ! എന്നാൽ ഇങ്ങനെ പറയുന്നവരോട് സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് മുരീദ് തന്നെ പറയും. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഈ നുണ പറയുന്നവരോട് സമൂഹം വിട്ടുനിൽക്കണം. അതാണ് അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അല്ലേ? മുത്തുനബി പറഞ്ഞാണ് കള്ളം പറയുന്നവരോട് വിട്ടുനിൽക്കണം. ഞാൻ പറഞ്ഞു പറയണ്ട, മുത്തുനബി എന്ന് പറഞ്ഞതാണ്. കള്ളം പറയുന്നതിന് കൂടക്കാൻ പറ്റുമോ? പറ്റില്ല സാർ. വിട്ടുനിന്നേ പറ്റൂ. എന്നാൽ വിട്ടുനിൽക്കൂ സാർ. ഷെയ്ഖ് അബൂബക്കറിന്റെ വീട്ടിൽ 4 വർഷം താമസിച്ച് പഠിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഇയാളെ സ്വീകരിച്ചതെന്നും പിന്നീട് ഇയാളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് കാണാനായതെന്നും ഗുലാം മൗലാന സാക്ഷ്യപ്പെടുത്തി. എത്രത്തോളമെന്ന് വെച്ചാൽ ഉലൂൽ ഇത്തിഹാദ് വാദമുള്ളവനും ഉത്തരേന്ത്യൻ ഉലമാക്കൾ ഒന്നടങ്കം വിട്ടുനിൽക്കണമെന്ന് പ്രഖ്യാപിച്ചതുമായ മറ്റൊരു ഷേഖിനെ കാര്യലാഭത്തിന്